മാനന്തവാടിയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. നഗരസഭാ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ടൗണിലെ ബിസ്മില്ല ഹോട്ടൽ, എരുമത്തെരുവിലെ ലിബർട്ടി കഫേ എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. ഹോട്ടലിലെ മലിനജലം ഓവുചാലിലേക്ക് ഒഴുക്കിയതിന് ഹോട്ടൽ സാഗറിന് 50,000 രൂപ പിഴയും ചുമത്തി. ഓണത്തോടനുബന്ധിച്ചായിരുന്നു ഭക്ഷ്യോൽപ്പന്നങ്ങൾ പാചകം ചെയ്യുന്നതും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന. പഴകിയ അൽഫാം, കോഴിയിറച്ചി, റൈസ്, കാലാവധി കഴിഞ്ഞ പാൽ എന്നിവയാണ് പിടികൂടിയത്. ഹോട്ടൽ ബിസ്മില്ല, ലിബർട്ടി കഫേ എന്നീ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പിഴ ചുമത്തി. മലിനജലം പൊതു ഓവുചാലിലേക്ക് ഒഴുക്കിവിട്ടതിന് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിലെ ഹോട്ടൽ സാഗറിന് 50,000 രൂപയും പിഴ ചുമത്തിയിട്ടുണ്ട്. പരിശോധനയിൽ ജലസ്രോതസ്സുകൾ ഉൾപ്പെടെ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചതിന് ശേഷം സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാവൂവെന്ന് നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് പല സ്ഥാപനങ്ങളിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ 2 സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്ന് ഹോട്ടൽ ബിസ്മില്ല ആണ്. ഹോട്ടൽ ബിസ്മില്ല, മറ്റൊന്ന് ലിബർട്ടി കഫേ, എരുമത്തെരുവ്. ഈ 2 സ്ഥാപനങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പഴകിയതും വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചതുമായ ഭക്ഷ്യപദാർത്ഥങ്ങൾ ഡിപ്പാർട്ട്മെന്റലായി പിടിച്ചെടുത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിൽ 2 കടകൾക്ക് പിഴ ചുമത്തിയിട്ടുമുണ്ട്. ക്ലീൻ സിറ്റി മാനേജർ ടി മോഹനചന്ദ്രൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ജി സന്തോഷ്, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എ തുഷാര, അശ്വതി രാജൻ, കെ വി അശ്വതി, നഗരസഭാ ജീവനക്കാരൻ ഷിബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി.